അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. പൂവിളി പൂവിളി ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ സ്പോൺസർ കോടിക്കണക്കിന് പണം വിദേശത്തേക്ക് കൈമാറിയതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. വിദേശ നാണ്യവിനിമയ നിയന്ത്രണ ചട്ടമനുസരിച്ചാണ് കേസ്. ഏതാനും രേഖകൾ ED ശേഖരിച്ചു. സർക്കാരിന്റെ രേഖകൾ ശേഖരിക്കാൻ ED നോട്ടീസ് നൽകി. 126 കോടി രൂപ വിദേശത്തേക്ക് അയച്ചെന്നാണ് അനുമാനം. GST തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കും. GST ആയി 26 കോടി രൂപ പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് GST കമ്മീഷണർ നോട്ടീസ് നൽകിയിരുന്നു. ചൈനയിൽ ഭൂചലനത്തെ തുടർന്ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ തടാകം തകർന്നു. വീണ്ടും പ്രളയഭീതി. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന സുരക്ഷാ സേനാംഗങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നേപ്പാൾ സർക്കാർ നിർദ്ദേശം നൽകി. നിലവിൽ നേപ്പാൾ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 469 കാണാതായ 295 ഇന്ത്യക്കാരെ കണ്ടെത്താനായിട്ടില്ല. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയിരുന്ന യുവദമ്പതികൾ ഡൽഹിയിൽ അറസ്റ്റിൽ. സഹീൽ, ഭാര്യ സമീറ എന്നിവരാണ് അറസ്റ്റിലായത്. 2 വർഷമായി പാക് ഏജന്റുമാർക്കായി പ്രവർത്തിച്ചെന്നും സോഷ്യൽ മീഡിയ വഴിയാണ് പാക് ഏജന്റുമാരുമായി ബന്ധം സ്ഥാപിച്ചതെന്നുമാണ് കണ്ടെത്തൽ. പിടികിട്ട പുള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ട് എന്നത് അഭ്യൂഹമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിജസ്ഥിതി അറിയാൻ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ADGPക്ക് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള പോലീസ് ഇന്റർപോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. സുകുമാരക്കുറുപ്പിന്റേതെന്ന പേരിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രവും പോലീസ് ശേഖരിച്ച പാസ്പോർട്ടും തൃശൂർ വടക്കാഞ്ചേരി കരുമത്ര സ്വദേശിയായ ദാമോദര മേനോന്റേതാണെന്ന് സ്ഥിരീകരണം. ദാമോദര മേനോന്റെ സഹോദരൻ കരുണാകരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 40 വർഷങ്ങൾക്ക് മുൻപാണ് ദാമോദര മേനോൻ മലേഷ്യയിലേക്ക് പോയത്. ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലും ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും വിപുലമായ പരിപാടികൾ. ശിവഗിരിയിലെ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെമ്പഴന്തിയിലേത് മുഖ്യമന്ത്രി VD സതീശനും ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച പിണറായി വിജയന്റെ പരാമർശം മുൻപുണ്ടായ തീരുമാനമനുസരിച്ചാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതേസമയം നേതാക്കൾ പ്രസ്താവനകളിൽ മിതത്വം പാലിക്കണമെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്നും ഇതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പാർട്ടി നിശ്ചലമാണെന്ന് മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുഴുവൻ സമയ അധ്യക്ഷൻ ഇല്ലാത്തതിനാലാണ് പ്രവർത്തനങ്ങൾ ഇല്ലാത്തത്. KPCC പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് ഉടൻ നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം വ്യാജരേഖ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്നാരോപിച്ച് മുൻ ഉടമ അധീഷ് ദാമോദരൻ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിലിനെതിരെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. വ്യാജരേഖ ചമച്ച് ഓഹരി കൈക്കലാക്കി തന്നെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതിനെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നും അധീഷ് ദാമോദരൻ പറയുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത് വേണി ഡാൻഡ്രോക്വിറ്റ്, the ultimate dandruff solution. പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ സാന്നിധ്യം ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസ് ഇമേജ് മാച്ചിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. വീഡിയോ ദൃശ്യങ്ങൾ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന വാദം തടയാനും മുഖവും ശരീരഘടനയും താരതമ്യം ചെയ്ത് പ്രതികളെ ഉറപ്പിക്കാനുമാണ് ഈ നീക്കം. ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി N പ്രശാന്ത് IAS. അധികാരം മനുഷ്യരുടെ തലയ്ക്ക് അഹങ്കാരത്തിന്റെ കിക്ക് കയറ്റുന്നുവെന്ന് N പ്രശാന്ത് IAS പറഞ്ഞു. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സിസ്റ്റം നന്നാക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നും N പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.
വടകര കണ്ണൂക്കര പാതിയാക്കര ജുമാ മസ്ജിദിലുണ്ടായ സംഘർഷത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽഖിഫിൽ. സംഘർഷം പരിഹരിക്കാൻ പള്ളിക്കകത്ത് കയറേണ്ടി വന്ന പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത് ന്യായമല്ല. പള്ളിക്കകത്ത് കയ്യാങ്കളിയും തെറിവിളിയും നടത്തിയവരാണ് പോലീസിനെ പള്ളിക്കകത്ത് കയറ്റിയതെന്ന് ദുൽഖിഫിൽ ചൂണ്ടിക്കാണിച്ചു. ആലുവ സബ് ജയിലിൽ നിന്ന് റിമാൻഡ് പ്രതി ചാടിപ്പോയ സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കില്ല. 56 പേരെ ഉൾക്കൊള്ളാവുന്ന ജയിലിൽ പ്രതി ജയിൽ ചാടുമ്പോൾ ഉണ്ടായിരുന്നത് 117 തടവുകാരായിരുന്നു. ജയിൽ മതിലിനോട് ചേർന്ന് അശാസ്ത്രീയമായി പണിത അടുക്കള വഴിയാണ് പ്രതി ചാടിയതെന്നാണ് കണ്ടെത്തൽ. ശബരിമല അയ്യപ്പനെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സാമൂഹ്യപ്രവർത്തകൻ സണ്ണി എം കബിക്കാട്. മലയാളി സമൂഹത്തോട് തുറന്ന ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് പരീക്ഷ അടുത്ത വർഷം മുതൽ ഓൺലൈനായേക്കുമെന്ന് സൂചന. 2027 പരീക്ഷ ഓൺലൈനാക്കാനുള്ള റോഡ് മാപ്പുമായി നന്ദൻ നീലേകനിയുടെ പാനൽ. JEE മാതൃകയിൽ CBT പരീക്ഷാ രീതിയിൽ നീറ്റ് പരീക്ഷയും പരിഗണനയിലെന്നാണ് സൂചന. 12 മുതൽ 14 വരെ ഷിഫ്റ്റുകളിലായി നീറ്റ് പരീക്ഷ നടത്താനാണ് പരിഗണന. ഒന്നിലധികം ദിവസങ്ങളിലായി പരീക്ഷ നടത്താനും നിർദ്ദേശമുണ്ട്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് മന്ത്രി ബി നാഗേന്ദ്ര രാജിവെച്ചു. വാൽമീകി അഴിമതി കേസിൽ പ്രതിയായ ബി നാഗേന്ദ്രയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് കുറ്റപത്രം സമർപ്പിച്ചതിന് പിറകെയാണ് മന്ത്രിയാക്കിയത്. നാഗേന്ദ്രയ്ക്കെതിരെ CBI അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകാനിരിക്കെയാണ് രാജി. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ആനക്കട്ടിയിലെ 8 റിസോർട്ടുകൾ അടച്ചുപൂട്ടാൻ മദ്രാസ് ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകി. ആനക്കട്ടിക്ക് സമീപമുള്ള നമ്പർ 24 വീരപാണ്ടി ഗ്രാമത്തിൽ ലൈസൻസുകളില്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ പൂട്ടാനാണ് കോയമ്പത്തൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. മഹാരാഷ്ട്ര പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം പുറത്തറിഞ്ഞത് യുവതിയും കാമുകനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതോടെ. ചോദ്യപേപ്പർ ചോർത്തി ജോലിക്കു കയറിയ യുവതിയും കാമുകനും പിരിഞ്ഞതിനു ശേഷം കാമുകൻ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഇതോടെ അന്വേഷണം ആരംഭിക്കുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. മോഡലായ യുവതിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ ഡൽഹി പോലീസ് ഏറ്റുമുട്ടലിനൊടുവിൽ കീഴ്പ്പെടുത്തി. ഡൽഹിയിലെ ജിംനേഷ്യം പരിശീലകനായ ഇമ്രാനെയാണ് രജൌരി ഗാർഡൻ മേഖലയിൽ പോലീസ് പിടികൂടിയത്. പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ പ്രതിക്ക് നേരെ പോലീസ് വെടിവെക്കുകയായിരുന്നു. സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പെൻഗ്വിൻ ബുക്സ് പിന്മാറി. ഓർമ്മക്കുറിപ്പിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് സോണിയാഗാന്ധി അംഗീകരിച്ചില്ലെന്നാണ് സൂചന. RSSന്റെ റൂട്ട് മാർച്ചിൽ പങ്കെടുത്ത അധ്യാപകർക്ക് സസ്പെൻഷൻ. കർണാടകയിലെ യാദ്ഗീറിലാണ് സംഭവം. ഇത്തരം പരിപാടികളിലെ പങ്കാളിത്തത്തിൽ സർക്കാർ ചട്ടങ്ങൾ മറികടന്നതിനാണ് നടപടി. നേപ്പാളിൽ രക്ഷാദൌത്യത്തിന് തയ്യാറെന്ന ഇന്ത്യൻ കരസേന അറിയിച്ചെങ്കിലും വിദേശ രാജ്യങ്ങളുടെ രക്ഷാപ്രവർത്തന സഹായ വാഗ്ദാനങ്ങൾ നേപ്പാൾ സർക്കാർ നിരസിച്ചു. നേപ്പാളിലെ പോലീസും സുരക്ഷാ ഏജൻസികളും ജനങ്ങളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തും. നേരത്തെ ഭൂകമ്പമുണ്ടായപ്പോൾ വിദേശങ്ങളിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. പുനർനിർമ്മിതിക്ക് വിദേശ രാജ്യങ്ങളുടെ സഹായം തേടാമെന്നാണ് നേപ്പാൾ ഭരണകൂടത്തിന്റെ നിലപാട്. ഹോർമൂസ് കടലിടുക്കിൽ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ നിക്ഷേപിച്ചിരുന്ന മൈനുകൾ വിജയകരമായി നീക്കം ചെയ്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അവകാശവാദം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാത പൂർണ്ണമായും സുരക്ഷിതമായെന്നും US സേനാവ്യൂഹം അവകാശപ്പെട്ടു. എമിറേറ്റ്സ് റോഡിലെ റോഡ് വികസന പദ്ധതിയുടെ പുതിയ റോഡ് ഞായറാഴ്ച തുറന്നുകൊടുക്കും. എമിറേറ്റ്സ് റോഡിൽ വാദി അൽ അമാർദി ദിശയിലുള്ള 5 കിലോമീറ്റർ നീളുന്ന ഭാഗത്താണ് നിർമ്മാണം പൂർത്തിയാക്കി പുതിയ വരികൾ തുറക്കുന്നത്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ. പടിഞ്ഞാറൻ മേഖലയായ ത്വായിഫിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. 2030 അമേരിക്കയിൽ നിന്ന് പ്രതിവർഷം 1000-ലേറെ റോക്കറ്റ് വിക്ഷേപണങ്ങൾ നടത്താൻ ലക്ഷ്യമിടുന്ന പുതിയ നയത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി.
അമേരിക്കയുടെ ബഹിരാകാശ വിക്ഷേപണ മേഖലയ്ക്ക് കൂടുതൽ വേഗം നൽകുന്ന പദ്ധതിയാണിത്. കാനഡയുമായുള്ള വ്യാപാര തർക്കം രൂക്ഷമായതോടെ പ്രശസ്തമായ ലേക്ക് ഒൻറ്റാരിയോയുടെ പേരുമാറ്റി ട്രംപ്. തടാകത്തിന് ലേക്ക് അമേരിക്ക എന്ന പേരാണ് നൽകിയത്. ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. സെയിന്റ് ലൂയിസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ ഇറ്റാലിയൻ അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയോ കരുവാനയെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും പ്രജ്ഞാനന്ദ സ്വന്തമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.